everyone. Welcome to Ashuti's Platter. ഞാൻ ഡോക്ടർ അശ്വതി കേസരി. നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ്. അപ്പം നല്ല എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഇടണം എന്ന് എൻ്റെ കുറേ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, കോൾഡ് കോഫിയാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കോൾഡ് കോഫി. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ 200 ml ഒരു പാക്കറ്റ് മിൽക്കാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ടോൺഡ് മിൽക്കാണ്. ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് അപ്പം തന്നെ യൂസ് ചെയ്യാം. ഇത് കാച്ചേണ്ട ആവശ്യമില്ല, അത്രയും പ്യൂരിഫൈഡ് മിൽക്കാണ്. അത് മാത്രമല്ല, ബാക്കി മിൽക്കിനെ അപേക്ഷിച്ച് കുറച്ച് തിക്കുമാണ്. നിങ്ങളെടുത്ത് ടോൺഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് നമ്മൾ കിട്ടുന്ന ആ പാല് തന്നെ കാച്ചിയിട്ട് യൂസ് ചെയ്യാം. പച്ചപ്പാലായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. പാല് കാച്ചിയിട്ട് പാല് നന്നായി ബോയിൽ ചെയ്ത് വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം അത് തിളച്ചതിന് ശേഷവും ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറയുന്നത്. അന്നേരം പാല് കുറച്ചും കൂടെ വറ്റി കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ കുറച്ച് മാക്സിമം തിക്ക് മിൽക്ക് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കോൾഡ് കോഫിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് തണുപ്പിച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. തണുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ നന്നായിട്ട് ആറിയിട്ട് പാടയൊക്കെ നീക്കിയിട്ട് നല്ല പാലാക്കി എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. ഞാനിപ്പം ബ്രൂവിൻ്റെ സാഷയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ 2 രൂപയുടെ സാഷ്. നിങ്ങൾക്ക് കോഫി പൗഡറായിട്ട് വേറെ ഏത് കമ്പനി വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇത് ഞാൻ സാഷി എടുക്കാനുള്ള കാരണം, ഇത് ഞാൻ കുറേ കാലം കൊണ്ട് തയ്യാറാക്കുന്ന കാരണം സാഷി ആകുമ്പോൾ എനിക്കൊരു ഫിക്സഡ് ആയിട്ട് കണക്ക് പറയാൻ പറ്റും. ഈ സാഷി എന്ന് പറയുമ്പോൾ ശരിക്കും 2 ഗ്രാമാണ്. 2.2 ഗ്രാംസ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺസിൻ്റെ ഒക്കെ നിങ്ങളുടെ ഒരു കോഫിയുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത്രയും കോഫി പൗഡർ യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പൊടിച്ച പഞ്ചസാര വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഐസിങ് ഷുഗർ എന്ന് പറയുന്നതിന് നിങ്ങളുടെ സാധാരണ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ പൊടിച്ച പഞ്ചസാരയ്ക്ക് ഒരു ഗുണമുണ്ട്, ഇത് പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഇത് കോൾഡ് കോഫി ആണല്ലോ. കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊരു ബോട്ടിലാണ് നമ്മളിവിടെ കോൾഡ് കോഫി തയ്യാറാക്കാൻ പോകുന്നത്. ശരിക്കും ഈ ബോട്ടിലിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പണിംഗ് ഉള്ള ബോട്ടിലായിരിക്കണം. എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് പാലും കോഫി പൗഡറും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അടപ്പ് നല്ല ടൈറ്റ് ആയിരിക്കണം. കാരണം നമ്മൾ ഈ കോൾഡ് കോഫി ഉണ്ടാക്കുന്നത് ഒന്നും ചെയ്തിട്ടല്ല, ശരിക്കും ഈ ബോട്ടിൽ ഷേക്ക് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഇതൊരിക്കലും ലീക്കിങ് ആയിരിക്കരുത്. ഇങ്ങനൊരു ബോട്ടിൽ മാത്രം മതി. ഈ സാധനങ്ങൾ കൂടാതെ നിങ്ങൾക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാൻ ഇങ്ങനൊരു ബോട്ടിലും ഇത്രയും സാധനം ഉണ്ടെങ്കിലും എവിടെ ഒരു കിച്ചൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും കോൾഡ് കോഫി തയ്യാറാക്കാം. ഇത് കോൾഡ് കോഫി അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കുടിക്കണമെങ്കിൽ അത്യാവശ്യം പൈസയുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അഥവാ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു കുപ്പി ഇല്ലെങ്കിൽ മിക്സിയുടെ ജ്യൂസറിൻ്റെ ജാറിലോ അല്ല സാധാരണ ജാറിലോ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യുക. ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു ഹാഫ് സെക്കൻഡ് വിപ്പ് ചെയ്താലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കോൾഡ് കോഫി തയ്യാറാക്കാം. നമുക്കിനിയും എങ്ങനെ കോൾഡ് കോഫി തയ്യാറാക്കാൻ നോക്കാം. കുപ്പി നന്നായിട്ട് കഴുകി ഉണക്കി തുടച്ചതായിരിക്കണം. ഈ കുപ്പിയിൽ ഒട്ടും വെള്ളത്തിന് നനവ് പാടില്ല. ഇത് നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കോഫി പൗഡറാണ്. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. കോഫി പൗഡറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ. ആദ്യം തന്നെ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. കാരണം ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആദ്യം പാലൊഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് കോഫി പൗഡർ ഇട്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. ഇനിയും കോഫി പൗഡറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയും ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇതിനകത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് 1 ഗ്ലാസ് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലൂടെ ഒഴിക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഐസ് ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഞാനിപ്പം 1 ഐസ് ക്യൂബേ ഇടുന്നുള്ളൂ. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തണുപ്പിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ടൈറ്റായിട്ട് അങ്ങ് അടയ്ക്കാം. എന്നിട്ട് നമുക്കിനി ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ. നന്നായിട്ട് ഇതങ്ങ് ഷേക്ക് ചെയ്യുക. എത്ര മാക്സിമം ഷേക്ക് ചെയ്യാവോ അത്രയും മാക്സിമം ഷേക്ക് ചെയ്യുക. നന്നായിട്ട് നിങ്ങളൊക്കെ കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക.
ഇതിന് ഇത്രയും നന്നായിട്ട് പതഞ്ഞ് വരാനാണ് തിക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പഞ്ചസാര പൊടിച്ച് ചേർക്കാനുള്ള കാര്യം. അത്രയും തിക്കായിട്ട് വരാനാണ്. ഇത്രയും മതി. ജസ്റ്റ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഹായ്, നല്ല പതഞ്ഞ് വന്നിട്ടുള്ള കോൾഡ് കോഫി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ചായ ഒഴിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല പൊക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല പതഞ്ഞ് വരണം നമ്മുടെ കോൾഡ് കോഫി. ഹായ്, നമ്മുടെ അടിപൊളി കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തിക്ക് പാൽ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഇങ്ങനെ ഷേക്ക് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഗ്ലാസ്സിലോട്ട് നല്ല പതപ്പിച്ച് ഒഴിച്ചിട്ട് അപ്പം തന്നെ നിങ്ങൾ സെർവ് ചെയ്യുക. ഇത് ഉണ്ടാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, എങ്കിലും സിമ്പിളായിട്ട് ഞാൻ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സിമ്പിളും ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എന്നിട്ട് എന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.